നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യസഭയിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചിരിപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷനും രാജ്യസഭാ എംപിയുമായ മല്ലികാർജ്ജുൻ ഖാർഗെ. അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ പ്രസംഗത്തിനിടെയാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാക്കുകളുണ്ടായത്. വിരമിക്കുന്ന അംഗങ്ങൾക്ക് യാത്രയയപ്പ് നൽകുന്ന വേളയിലായിരുന്നു മല്ലികാർജ്ജുൻ ഖാർഗെ പ്രസംഗിച്ചത്. പാർലമെന്റ് എങ്ങനെയാണ് തന്നെ മെച്ചപ്പെടുത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഖാർഗെ തന്റെ പ്രസംഗത്തിലൂടെ പറയുകയുണ്ടായി. മുൻ പ്രധാനമന്ത്രി എച്ച്.ഡി. ദേവഗൌഡ, എൻ.സി.പി നേതാവ് ശരത് പവാർ എന്നിവരെ കുറിച്ച് ഖാർഗെ നടത്തിയ തമാശ രൂപത്തിലുള്ള പരാമർശം അതാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവരെ ചിരിപ്പിച്ചത്. ദേവഗൌഡ പ്രധാനമന്ത്രി അടക്കമുള്ള മറ്റുന്നത സ്ഥാനങ്ങൾ വഹിച്ചയാളാണ്. 54 വർഷമായി അദ്ദേഹത്തെ അറിയാം. അത്രയും കാലമായി അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചതാണ്. പക്ഷേ എന്താണ് ഇതിനിടയിൽ സംഭവിച്ചതെന്ന് തനിക്കറിയില്ല. അദ്ദേഹം ഞങ്ങളെ ഡേറ്റ് ചെയ്തു മീൻസ് ഞങ്ങളെ പ്രണയിച്ചു. പക്ഷേ വിവാഹം ചെയ്തത് നരേന്ദ്രമോദിയാണ് എന്നായിരുന്നു ഖാർഗെ പറഞ്ഞത്. ഇതാണ് തമാശയായി മാറിയതും പ്രധാനമന്ത്രി അടക്കമുള്ളവർ അത് കേട്ട് ചിരിക്കുകയും ചെയ്തു. ഖാർഗെയുടെ തമാശയിൽ സഭയിലുണ്ടായിരുന്ന പ്രധാനമന്ത്രി അടക്കം ചിരിക്കുന്ന കാഴ്ചയും അപൂർവ കാഴ്ചയായി മാറി. 1996 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 1 വർഷത്തിൽ താഴെ മാത്രം ദേവഗൌഡ പ്രധാനമന്ത്രിയായിരുന്നു. കോൺഗ്രസ് പിന്തുണയോടെയായിരുന്നു ദേവഗൌഡ അധികാരത്തിൽ എത്തിയത്. 2018 കർണാടകയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും JDSഉം കോൺഗ്രസും ഒന്നിച്ചു മത്സരിച്ച് വിജയിക്കുകയും ദേവഗൌഡയുടെ മകൻ H.D. കുമാരസ്വാമി മുഖ്യമന്ത്രിയാകുകയും ചെയ്തു. പക്ഷേ 2019 കോൺഗ്രസിലെയും JDSലെയും ഏതാനും MLA-മാർ വിമതരായി. ഇതോടെ ആ സർക്കാർ കൂപ്പുകുത്തി. പിന്നീട് JDS BJPക്കൊപ്പം ചേരുകയായിരുന്നു. ദേവഗൌഡയുടെ ഈ രാഷ്ട്രീയ മാറ്റം അതായിരുന്നു ഖാർഗെ പരാമർശിച്ചത്. ദേവഗൌഡ പ്രണയിച്ചത് കോൺഗ്രസിനെയാണ്, പക്ഷേ വിവാഹം ചെയ്തത് നരേന്ദ്രമോദിയാണ് എന്ന രീതിയിലുള്ള ആ പരാമർശം അത്തരത്തിൽ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിൻ്റെ പുറത്ത് പറഞ്ഞ ഒരു ഉദാഹരണമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഉപമ പറച്ചിലായിരുന്നു. എന്തായാലും അത് ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കുകയുണ്ടായി. കേന്ദ്രമന്ത്രിയും രാംദാസ് അഠാവലെയും ഖാർഗെ പരാമർശിക്കുകയുണ്ടായി. അഠാവലെ തൻ്റെ കവിതകളിൽ എപ്പോഴും മോദിയെ പുകഴ്ത്താറുണ്ടെന്നും അദ്ദേഹത്തിന് മറ്റ് കവിതകളൊന്നും അറിയില്ല എന്നുമായിരുന്നു ഖാർഗെ പറഞ്ഞത്. വിരമിക്കുന്ന എംപിമാർക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. രാഷ്ട്രീയത്തിന് അവസാനമില്ലെന്നും എംപിമാരുടെ സംഭാവനകളും അനുഭവ സമ്പത്തും എന്നും സ്മരിക്കപ്പെടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പുതുതായി തിരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാർ ദേവഗൌഡയും ശരത് പവാറിനെയും ഖാർഗെയും പോലുള്ള മുതിർന്ന നേതാക്കളിൽ നിന്ന് പഠിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്തായാലും ചില എംപിമാരടക്കം വിരമിച്ചിരിക്കുകയാണ്. വിരമിച്ചവർക്ക് ഒരു വിടവാങ്ങൽ അവസരം ഒരുങ്ങിയിരുന്നു. ആ ഒരു അവസരത്തിലാണ് ഖാർഗെ ഇത്തരത്തിൽ മറ്റുള്ളവരെ ചിരിപ്പിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല പ്രധാനമന്ത്രി പറഞ്ഞ കാര്യവും ഏറ്റവും പ്രധാനം. പുതുതായി ഇനി തിരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാർ ദേവഗൌഡ, ശരത് പവാർ, ഖാർഗെ തുടങ്ങിയ വ്യക്തികളെ കണ്ടു പഠിക്കണം, അവരിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊള്ളണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.